Okay, guys, so we are here to go and see warships. When wars are there, those ships will go and attack them. I think so, or protect their country. I don't know about that. That's what my father told. So yeah. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സ്വീഡനിലെ 4ാമത്തെ ദിവസം, ഗോത്തൻബർഗിലെ 2ാമത്തെ ദിവസം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംപ്ലിമെൻ്ററി. എനിക്കും ഹസ്ബൻഡിനും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ ഇഷ്ടമാണ്. സ്വീഡനിൽ തന്നെ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള, ഏറ്റവും വേർത്തായി എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് ആദ്യം പോകുന്നത്. ഗോത്തൻബർഗിലെ മാരിടിമാൻ മ്യൂസിയം. വെള്ളത്തിലിങ്ങനെ നിർത്തിയിട്ട ഒരു മ്യൂസിയം എന്നുള്ളതിലുപരി അതൊരു നേവൽ ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. ടിക്കറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ HMS സ്മോലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രോയർ വാർഷിപ്പാണ്. ഇത് കോൾഡ് വാറിൻ്റെ കാലത്ത് സ്വീഡൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്വീഡൻ കോൾഡ് വാറിൽ ന്യൂട്രൽ ആയിരുന്നെങ്കിലും യുദ്ധത്തിൻ്റെ സമയത്ത് നേവൽ ഡിഫൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വാർഷിപ്പ് ഉപയോഗിച്ചിരുന്നത്. 1970s വരെ ഇത് സർവീസിലുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 23 വർഷത്തെ സർവീസിന് ശേഷം അത് റിട്ടയർ ആയി. അതിനുശേഷം അതൊരു മ്യൂസിയം ആക്കി മാറ്റിയതാണ്. കമാൻഡർ റൂം, എൻജിൻ റൂം, സോൾജേഴ്സ് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകൾ, അവരുടെ കിച്ചൺ, ഡൈനിങ് ഏരിയ, പിന്നെ വെപ്പൺസ് സൂക്ഷിച്ച സ്ഥലം. It's a fire control station. Guys, say if you guys can hear me. Hello? Hi! The captain's chair. Guys, come here down. ഒരു അറ്റാക്കിന് മുന്നേ ഉള്ള ബ്രീഫിംഗ് റൂം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റൂമാണിത്. അത് കഴിഞ്ഞിട്ട് വാർ കൺട്രോൾ റൂം. അവിടെ മോഡൽസിനെ വെച്ചിട്ട് ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സൗണ്ടൊക്കെ, റേഡിയോ സൗണ്ട്സൊക്കെ ഇങ്ങനെ കേൾക്കാനുണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ റൂമും ഓഫീസൊക്കെയാണ്. ഇത് ഷിപ്പ് എൻജിനീയറിൻ്റെ റൂം. ഫയറിംഗ് കൺട്രോൾ വർക്ക്ഷോപ്പ്. ഷിപ്പിലെ ക്ലിനിക്കാണ്. ഫിനാൻസ് റൂം. വെപ്പൺസിൻ്റെ മെയിൻ്റനൻസ് റൂം. കിച്ചണിലെ വാഷിംഗ് ഏരിയയാണ്. കിച്ചൺ, ഓരോ ദിവസത്തെ മെനു ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഷിപ്പിലെ ക്യാൻറ്റീൻ. സീനിയർ ഡെക്ക് ക്രൂവിൻ്റെ മെസ്സ്. സീനിയർ ടെക്നീഷ്യൻസിൻ്റെയും സെയിലേഴ്സിൻ്റെയും മെസ്സ്. ക്രൂ മെമ്പേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്. ക്രൂവിൻ്റെ മെസ്സ്. സബ്മറൈനിൽ യൂസ് ചെയ്യുന്ന വെപ്പൺസിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ. ഒരു വാർഷിപ്പിൽ ജോലി ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്തേക്കാണ് അടുത്ത് പോണത്, എൻജിൻ റൂം. ഭയങ്കര ചൂടും കണ്ടിന്യൂസ് നോയ്സും ഗ്രീസൊക്കെ കാരണം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹെവി ആൻഡ് ഡേർട്ടി വർക്കാണെന്നുള്ളത്. യൂഷ്വലി മറൈൻ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്സ്, ഇലക്ട്രീഷ്യൻസ്, ടർബൈൻ എഞ്ചിനീയേഴ്സ് അവരാണ് ഇതിൽ വർക്ക് ചെയ്യുക. ഉള്ളിൽ അധിക നേരം ഒന്നും നിൽക്കാൻ കഴിയില്ല. ഒരു സഫക്കേഷൻ ഫീൽ ചെയ്യും നമുക്ക്. 10 ആളുകളിൽ കൂടുതൽ അറ്റ് എ ടൈം പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സബ്മറൈൻ ഉണ്ട്, അങ്ങോട്ടേക്കാണ് അടുത്തതായിട്ട് പോണത്. HMS നോട്ട് ക്യാപ്റ്റൻ എന്നാണ് അതിൻ്റെ പേര്. ഇതും കോൾഡ് വാറിൻ്റെ സമയത്ത് സ്വീഡനെ സെർവ് ചെയ്തിരുന്നു. ബാൾട്ടിക് സീലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റൽ ലൈന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ എനിമി സബ്മറൈൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക. അവിടുന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയി. ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് പോയത്, മാസ്റ്റർ കബാബ്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു പഴയ ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് പോയത്, ഹാഗ. അവിടെ ഹാഗ നൈഗാട്ട എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ മെയിനായിട്ട് പോയത്. ഇതൊരു പഴയ സ്ട്രീറ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ സ്വീഡിഷ് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സാണ് അവിടെ. അപ്പം എല്ലാ ബിൽഡിങ്സും ഏകദേശം ഒരേപോലെ തോന്നും നമുക്ക് കാണുമ്പം. ചെറിയ രീതിയിൽ ഷോപ്പിംഗ്, പിന്നെ കഫേസ് ഉണ്ട്. ഈ സ്ട്രീറ്റിൽ വാഹനങ്ങൾ അലോ ചെയ്യൂല, നടന്നു പോകാനേ പാടുള്ളൂ. പിന്നെ അവിടുത്തെ ഫ്ലോറിങ്ങും ആ ബിൽഡിങ്സും എല്ലാം കൂടി കാണുമ്പം ഒരു പഴമ ഫീൽ ചെയ്യും നമുക്ക്. ഗോത്തൻബർഗിൽ ചെറി ബ്ലോസം ഉണ്ട് എന്നുള്ള ഒരു ഇൻസ്റ്റാ റീൽ കണ്ടിട്ട് പോയതാണ് നമ്മൾ ഈ സെമിനാറി ഗാർഡനിൽ. മെയ് ആദ്യത്തോടെ ചെറി ബ്ലോസത്തിൻ്റെ സീസൺ കഴിയും, അത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പം അവിടെ ട്രീസ് മാത്രമേ ഉള്ളൂ, ചെറി ബ്ലോസം ഇല്ല. ഈ ഒരു ഏരിയയിലാണ് ചെറി ബ്ലോസം ഉണ്ടായിരുന്നത്. കുറേ ഐലൻഡ്സ് കൂട്ടായിട്ട് നിൽക്കുന്നതിനെ ആർക്കിപ്പിലാഗോ എന്നാണ് പറയുക. സ്വീഡനിൽ അത് ഒരുപാടെണ്ണം ഉണ്ട്. ഗോത്തൻബർഗിൽ 100-ലധികം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറച്ചെണ്ണത്തിൽ പെർമനൻ്റ് ആയിട്ട് റെസിഡൻസ് ഉണ്ട്. ചിലതൊക്കെ സമ്മർ ടൈമിലുള്ള വെക്കേഷൻ ഹോംസ് ഒക്കെ ഉള്ളതാണ്. അതിലൊന്നിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പം ഒരു ഫെറിയിൽ കയറിയിട്ട് പോയിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഫെറിയിൽ തിരിച്ചു വരാമെന്നുള്ളതാണ് നമ്മളെ പ്ലാന്. ഇത് ആസ്പ്രോ എന്ന് പറഞ്ഞ ഐലൻഡാണ്. ഇവിടെ ഒന്ന് നിർത്തും, എന്നിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോവും. അടുത്തയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ബ്രാന്നോ എന്ന് പറഞ്ഞാൽ അടുത്ത ഐലൻഡിൽ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഞങ്ങൾ ഇറങ്ങി.
ബ്രാനോ എന്ന് പറഞ്ഞ ഐലൻഡ് ഒരു കാർ ഫ്രീ ഐലൻഡാണ്. അവിടെ പ്രൈവറ്റ് വെഹിക്കിൾസ് അലോ ചെയ്യൂല. പിന്നെ സൈക്കിൾസാണ് യൂഷ്വലി ആളുകൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നമ്മളൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്, ലോട്ട് സുക്കിക്കൻ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ആ ഏരിയയിലുള്ള ഐലൻഡുകളൊക്കെ കാണാൻ പറ്റും. റെഡ് ആൻഡ് വൈറ്റ് തീമിലുള്ള കുറേ വീടുകൾ ഈ ഐലൻഡിൽ കാണാൻ പറ്റി. ഒരു കാമായിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഫെറി വരാൻ ഏകദേശം ടൈം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.